പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇന്ന് കണ്ടത് ഒരു ജനക്കൂട്ടമല്ല, ഒരു ചോദ്യത്തിൻ്റെ പ്രളയമാണ്. ജന്തർ മന്ദറിൽ തുടങ്ങിയ തീ ഇന്ന് ഇന്ത്യ ആകെ ആളിപ്പടരുകയാണ്. കൈകൾ ബന്ധിതരായ നേതാക്കൾ, പ്ലാക്കാർഡ് ഏന്തിയ വിദ്യാർത്ഥികൾ, സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനങ്ങൾ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദത്തിൽ ഒരേ ഒരു ആവശ്യം മാത്രമാണുള്ളത്: വിശ്വാസമുള്ള ഒരു സംവിധാനം വേണം. വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് ജനാധിപത്യത്തിൻ്റെ അവസാന ഘട്ടമാവരുത്. അതൊരു സംവിധാനത്തിന് ലഭിക്കുന്ന ലാസ്റ്റ് വാർണിംഗ് സിഗ്നലായി കണ്ടാൽ മാത്രം മതി. ഒരു സർക്കാർ ശക്തമാകുന്നത് വിമർശനങ്ങൾ ഇല്ലാതാകുമ്പോഴല്ല, വിമർശനങ്ങൾ കേട്ട് സംവിധാനം തിരുത്താൻ കഴിയുമ്പോഴാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ കണ്ട പ്ലാക്കാർഡിൽ എൻ്റെ ഡയപ്പർ പോലും ലീക്കാകാതെ സംരക്ഷിക്കും, പക്ഷേ പരീക്ഷാ പേപ്പർ എങ്ങനെ ലീക്കാവുന്നു എന്ന ചോദ്യമാണ്. പരിഹാസത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥ ലാംഗ്വേജ് തന്നെയാണത്. ജന്തർ മന്ദർ ഇന്നൊരു പ്രതിഷേധ വേദിയല്ല, ഒരു തലമുറയുടെ ട്രസ്റ്റ് ഓഡിറ്റാണ്. നീറ്റ് പോലുള്ള മത്സര പരീക്ഷകൾ ഒരു പ്രവേശന കവാടം മാത്രമല്ല, അത് മെറിറ്റ്, ഈക്വാലിറ്റി, ഓപ്പർച്യൂണിറ്റി എന്നീ 3 തൂണുകളിൽ നിൽക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിൽ വിള്ളൽ വന്നാൽ ചോദ്യം ഉയരും, സംശയമില്ല. ജന്തർ മന്ദർ നമ്മളോട് ചോദിക്കുന്നത് നാം ഭാവി നിർമ്മിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാവി നിർമ്മിക്കാൻ ശ്രമിക്കുന്നവരെ കേൾക്കാൻ മറക്കുകയാണോ? കാരണം ഒരു വിദ്യാർത്ഥിയുടെ വിശ്വാസം സംരക്ഷിക്കുന്ന രാജ്യം മാത്രം ഒരു ശക്തമായ ഭാവിയെ സൃഷ്ടിക്കുമെന്നാണ്. ഒരു യഥാർത്ഥ വിപ്ലവം കോപത്തിൽ നിന്നല്ല ജനിക്കുന്നത്, ബോധത്തിൽ നിന്നാണ്. ചോദ്യം ചെയ്യുന്ന തലമുറയാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അനീതിയെ കാണുമ്പോൾ നിശബ്ദമാകാത്ത മനസ്സാണ് ചരിത്രം എഴുതുന്നത്. ജന്തർ മന്ദറിലെ ശബ്ദം ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം തകർന്നാൽ, ജനപ്രതിനിധിയുടെ കൈകൾ ബന്ധിക്കപ്പെട്ടാൽ പോലും ചോദ്യങ്ങൾക്ക് ചെങ്ങലയിടാനാവില്ല. കാരണം രക്തത്തിൽ നീതിയുടെ തീ ഇല്ലെങ്കിൽ അത് വെറും ഒഴുകുന്ന വെള്ളമാണ്. ആ തീ നീതിബോധത്തോടൊപ്പം ചേർന്നാൽ അതാണ് മാറ്റത്തിൻ്റെ ശക്തി. സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്, ക്വസ്റ്റ്യൻ ദ സിസ്റ്റം, പ്രൊട്ടക്ട് ദ ഫ്യൂച്ചർ. മാറ്റത്തിനായി ഒരുമിപ്പിക്കാം.